ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ ഡേ 1 ആണ്. അപ്പോൾ ഡേ 1 ഞാൻ എന്തൊക്കെ കഴിച്ചു എന്ന് നോക്കാം. ഹായ്, അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ജേർണിയുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെയിറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഞാൻ 69.85 ആണ്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ 65 ആയിരുന്നു. എനിക്ക് അങ്ങനെ വെയിറ്റ് കൂടി. വേറൊന്നും കൊണ്ടല്ല, ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് എനിക്ക് വെയിറ്റ് കൂടിയത്. അല്ല, എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. കാര്യം നമുക്ക് വെയിറ്റ് കുറയ്ക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് വെയിറ്റ് ലോസ് ചാലഞ്ച് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ വെയിറ്റ് കണ്ടിട്ട് ഞാൻ തളർന്ന് ഇതൊന്നുമില്ല. കാര്യം ഇങ്ങനെ തന്നെയാണ് നമുക്ക്. ഞാൻ എന്തുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്ന നാട്ടിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് വെയിറ്റ് ബാലൻസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ കേരളത്തിൽ കിട്ടുന്ന ഒരു ഫുഡും കിട്ടില്ല. അപ്പം നമ്മൾ കിട്ടുന്നത് മാക്സിമം യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഫുഡ് കഴിക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ അതിനെ എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ഇന്നെൻ്റെ ഡേ 1 ഞാൻ രാവിലെ എഴുന്നേറ്റ് വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഫാസ്റ്റിങ് ഞാൻ 12 മണിക്കേ ബ്രേക്ക് ചെയ്യുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഞാൻ കവർ ചെയ്യുമെന്ന്. പക്ഷേ എൻ്റെ ടൈമിംഗ് അനുസരിച്ച് എനിക്കത് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ലഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇന്ന് എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല. കാര്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് ജിമ്മിൽ പോകാൻ പറ്റില്ല. അപ്പം നാളെ തൊട്ട് എന്തായാലും ഞാൻ ജിമ്മിൽ പോകും. ഞാൻ രാവിലെ നോർമൽ ചൂട് വാട്ടർ കുടിച്ചു കേട്ടോ. നോർമൽ ചൂടുവെള്ളം കുടിച്ചിട്ട് ഞാൻ നിൽക്കുവാണ്. അപ്പോൾ ഇതുവരെ ആയിട്ട് ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. 12 മണിയായിട്ടുണ്ട്. ഇപ്പം ഞാനെൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാണ്. നോർമൽ വെള്ളവും പിന്നെ ഒരു ചിക്കുവിൻ്റെ ഹാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. ഇതുവരേക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഞാനൊരു 12:30 അല്ലെങ്കിൽ ഒരു 12:15 ആ ഒരു ടൈമിൽ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. ഒരു 15 മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. ഞാൻ ഇതാണ് ഇന്ന് എടുത്തത്. മിക്കവാറും എൻ്റെ ഡയറ്റ് പ്ലാൻ എല്ലാം ഒരേപോലെ ആയിരിക്കും കേട്ടോ. ബിക്കോസ് എനിക്കിവിടെ കിട്ടുന്നത് വെച്ചിട്ട് ഞാൻ ഡയറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ചും ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇതൊക്കെ കിട്ടും. അപ്പം ഓരോ സീസൺ അനുസരിച്ചായിരിക്കും ഇവിടുത്തെ ഓരോ ഫ്രൂട്ടൊക്കെ വരുന്നത്. നമ്മളവിടെ പോലെ എപ്പോഴും എന്തും സീസൺ അനുസരിച്ച് നമ്മളവിടെ കിട്ടുമെങ്കിലും മിക്കുള്ളത് എപ്പോഴും അവൈലബിൾ ആയിരിക്കുമല്ലോ. ഇവിടെ അങ്ങനെ അല്ല. അപ്പോൾ അതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ലോസൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ. അതായത് മൊത്തം ഇതിനൊന്നുമില്ല. അതായത് എടുത്തിട്ടുണ്ട് ഞാൻ. വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട്. 3 ലിറ്റർ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുടിക്കുകയാണ്. ഓക്കെ, നമുക്കിനി ബാക്കി ലഞ്ച് ടൈമിനാണ്. ബൈ ബൈ. ഇന്നത്തെ ഞാൻ ലഞ്ചിന് എടുത്തേക്കുന്നത് റൈസ്, പയർ തോരൻ, മീൻ കറി, ചിക്കൻ കറി, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. 12:30 ആയപ്പോഴാണ് ഞാൻ ലഞ്ച് കഴിക്കാനിരിക്കുന്നത്. ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ എടുത്തത് 2 ഡേറ്റ്സ്, 3 കാഷ്യൂ, 4 ബദാം, പിന്നെ കുറച്ച് പംകിൻ സീഡും, അതുപോലെ തന്നെ ഒരു ചിക്കുവും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡിന്നറിന് കാണാം. ഞാൻ നൈറ്റ് ഒരു ഓറഞ്ച് മാത്രമാണ് കേട്ടോ കഴിച്ചത്. ഇത് കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഈറ്റിംഗ് വിൻഡോ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഏകദേശം ഒരു 2 ലിറ്ററോളം വെള്ളം കുടിച്ചിട്ടുണ്ട്. പതുക്കെ എനിക്ക് 3 ആക്കണം. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹായ്, അങ്ങനെ ഇന്നത്തെ വെയിറ്റ് ലോസ് ഞാൻ നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈറ്റിംഗ് വിൻഡോ ഒക്കെ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടത് നാളെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 8 മണിക്കുള്ളിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ മൊത്തത്തിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ രാവിലെ മാത്രമേ ഞാൻ വെള്ളം കുടിക്കാൻ നോക്കുള്ളൂ. അപ്പോൾ ഞാനിതിൽ ചിക്കു എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ചിക്കു ഓവറായിട്ട് കൺസ്യൂം ചെയ്യാതിരിക്കുക. കാര്യം അത്യാവശ്യം നല്ല ഷുഗറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിക്കു ഓവറായിട്ടൊന്നും എടുക്കണ്ട. ദിവസത്തിൽ 1 കഴിച്ചു എന്ന് വെച്ചിട്ട് ഇനി എപ്പോഴും അത് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമേ എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചിക്കു ഇന്ന് എടുത്തത്. നാളെ ഞാൻ ചിക്കു എടുക്കില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കണം.
പിന്നെ എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ലോസ് കൊണ്ടുപോവുക. ഇടയ്ക്ക് ബ്രേക്ക് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ആ ദിവസം അതങ്ങനെ കളഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ പിന്നും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.